ലോഗോസ് ക്വിസ് 2025 പാഠഭാഗങ്ങൾ. പ്രഭാഷകന്റെ പുസ്തകം 42-ാം അധ്യായം. താഴെ പറയുന്ന കാര്യങ്ങളിൽ നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത്. അത്യുന്നതന്റെ നിയമം, അവിടുത്തെ ഉടമ്പടി, അപരാധിനെ കുറ്റം വിധിക്കുക, പങ്കാളിയും സഹയാത്രികനുമായി കണക്കു തീർക്കുക, സ്നേഹിതരുടെ പിതൃസ്വത്ത് വിഭജിക്കുക, കൂടുതലോ കുറവോ വരാതെ അളവിലും തൂക്കത്തിലും സൂക്ഷ്മത കാണിക്കുക, കച്ചവടത്തിൽ ലാഭം നേടുക, കുട്ടികൾക്ക് നല്ല ശിക്ഷണം നൽകുക, ദുഷ്ടനായ ദാസന് തക്ക ശിക്ഷ കൊടുക്കുക. ഇവയൊന്നിലും നീ ലജ്ജിക്കേണ്ട. അവിശ്വസ്തയായ ഭാര്യയെ നിലയ്ക്ക് നിർത്തുന്നതും നന്ന്. അനേകരുള്ളിടത്ത് സാധനങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതും നന്ന്. എല്ലാ ഇടപാടുകളിലും കണക്ക് വയ്ക്കണം. ക്രയവിക്രയങ്ങളിൽ രേഖ സൂക്ഷിക്കണം. അജ്ഞനെയോ വിഡ്ഢിയെയോ ചെറുപ്പക്കാരുമായി ശണ്ട കൂടുന്ന വൃദ്ധനെയോ ഉപദേശിക്കുന്നതിൽ ലജ്ജിക്കേണ്ട. അപ്പോൾ നീ അറിവുള്ളവനാണെന്ന് വ്യക്തമാവുകയും എല്ലാവരും നിന്നെ അംഗീകരിക്കുകയും ചെയ്യും. മകളെക്കുറിച്ച് ആകുലത. മകൾ സ്വയം അറിയാതെ തന്നെ പിതാവിനെ ജാഗരൂകതയുള്ളവനാക്കുന്നു. അവളെക്കുറിച്ചുള്ള വിചാരം അവൻ്റെ നിദ്ര അപഹരിച്ചു കളയുന്നു. യൗവനത്തിൽ അവൾ വിവാഹിതയാകുമോ എന്നും വിവാഹത്തിന് ശേഷം അവൾ ഭർത്താവിന് അഹിതയാകുമോ എന്നും ഓർത്ത് ആകുലനാകുന്നു. കന്യകയായിരിക്കുമ്പോൾ അവൾ കളങ്കതയും പിതൃഭവനത്തിൽ വെച്ച് ഗർഭിണിയുമാകുമോ എന്ന് ഭയപ്പെടുന്നു. ഭർതൃമതിയെങ്കിൽ അവിശ്വസ്തയോ വന്ധ്യയോ ആകുമോ എന്നും ശങ്കിക്കുന്നു. ദുശ്ശാഠ്യക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിക്കുക, അല്ലെങ്കിൽ അവൾ നിന്നെ ശത്രുക്കളുടെ പരിഹാസപാത്രവും നഗരത്തിൽ സംസാര വിഷയവും ജനമധ്യേ അപമാനിതനും ആക്കും. സമൂഹത്തിൻ്റെ മുമ്പിൽ നിനക്ക് ലജ്ജിക്കേണ്ടി വരും. ആരുടെയും ആകാരഭംഗി നോക്കിയിരിക്കരുത്. സ്ത്രീകളുടെ ഇടയിൽ ഇരിക്കുകയും അരുത്. വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്ന് ദുഷ്ടത വരുന്നു. സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമാണ് പുരുഷന്റെ ദുഷ്ടത. സ്ത്രീയാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത്. പ്രപഞ്ചത്തിൽ ദൈവമഹത്വം. ഞാനിപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. സൂര്യൻ തൻ്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ വിസ്മയനീയമായ പ്രവൃത്തികൾ അവിടുത്തെ വിശുദ്ധർക്ക് പോലും അവർണ്ണനീയമാണ്. പ്രപഞ്ചം മുഴുവൻ തൻ്റെ മഹത്വത്തിൽ നിലകൊള്ളാൻ വേണ്ടി സർവശക്തനായ കർത്താവ് സ്ഥാപിച്ചവയത്രേ അവ. അവിടുന്ന് ആഴിയുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെയും പരിശോധിച്ച് അവയുടെ നിഗൂഢതകൾ ഗ്രഹിക്കുന്നു. അറിയേണ്ടതെല്ലാം അവിടുന്ന് അറിയുന്നു. കാലത്തിൻ്റെ സൂചനകൾ അവിടുന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഭൂതവും ഭാവിയും അവിടുന്ന് പ്രഖ്യാപിക്കുന്നു. നിഗൂഢ രഹസ്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. ഒരു ചിന്തയും അവിടുത്തേക്ക് അജ്ഞാതമല്ല. ഒരു വാക്കും കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ ജ്ഞാനത്തിൻ്റെ മഹിമകൾ അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്നു. അവിടുന്ന് അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നു. ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കുകയില്ല. അവിടുത്തേക്ക് ഉപദേശകരെയും ആവശ്യമില്ല. അവിടുത്തെ പ്രവൃത്തികൾ എത്ര അഭികാമ്യം! അവ കാഴ്ചയ്ക്ക് എത്ര ദീപ്തമാണ്! അവയെല്ലാം എന്നേക്കും ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു. സ്വധർമ്മത്തോട് വിശ്വസ്തത പുലർത്തുന്നു. എല്ലാ വസ്തുക്കളും ചൂടികളായി ദ്വന്ദ്ങ്ങളായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നും അപൂർണമല്ല, ഒന്ന് മറ്റൊന്നിന് പൂരകമാണ്. അവിടുത്തെ മഹത്വം ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ? ചോദ്യോത്തരങ്ങൾ. പ്രഭാഷകൻ 42-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 25. പ്രഭാഷകൻ 42-ൽ എത്ര ശീർഷകങ്ങളുണ്ട്? ഉത്തരം 2. മറ്റുള്ളവരെ ഭയന്ന് നീ എന്തു ചെയ്യരുതെന്നാണ് 42:1 പറയുന്നത്? ഉത്തരം പാപം. അത്യുന്നതൻ്റെ ഏതൊക്കെ കാര്യങ്ങളിൽ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത്? ഉത്തരം നിയമം, ഉടമ്പടി. ആരെ കുറ്റം വിധിക്കുകയെന്നാണ് 42:2 നിർദ്ദേശിക്കുന്നത്? ഉത്തരം അപരാധനെ. ആരുമായി കണക്കു തീർക്കുന്നതിൽ ലജ്ജിക്കേണ്ട എന്നാണ് 42:3 പറയുന്നത്? ഉത്തരം പങ്കാളിയും സഹയാത്രികനുമായി. ആരുടെ പിതൃസ്വത്ത് വിഭജിക്കുന്നതിൽ ലജ്ജിക്കേണ്ടതില്ലാത്തത്? ഉത്തരം സ്നേഹിതരുടെ.
എന്തിൽ ലാഭം നേടുന്നതിൽ ലജ്ജിക്കേണ്ടാത്തത്? ഉത്തരം കച്ചവടത്തിൽ. ആർക്ക് നല്ല ശിക്ഷണം നൽകുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം കുട്ടികൾക്ക്. ആർക്ക് തക്ക ശിക്ഷ കൊടുക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടാത്തത്? ഉത്തരം ദുഷ്ടനായ ദാസന്. ആരെ നിലയ്ക്ക് നിർത്തുന്നതാണ് നന്ന്? ഉത്തരം അവിശ്വസ്തയായ ഭാര്യയെ. എല്ലാ ഇടപാടുകളിലും എന്തു ചെയ്യണം? ഉത്തരം കണക്ക് വയ്ക്കണം. രേഖ സൂക്ഷിക്കേണ്ടത് എന്തിൻ്റെ കാര്യത്തിൽ? ഉത്തരം ക്രയവിക്രയങ്ങളിൽ. 42:8 ആരെ ഉപദേശിക്കുന്നതിൽ ലജ്ജിക്കേണ്ട എന്നാണ് പറയുന്നത്? ഉത്തരം അജ്ഞനെയും വിഡ്ഢിയെയും ചെറുപ്പക്കാരുമായി ശണ്ട കൂടുന്ന വൃദ്ധനെയും. അജ്ഞനെയും വിഡ്ഢിയെയും ചെറുപ്പക്കാരുമായി ശണ്ട കൂടുന്ന വൃദ്ധനെയും ഉപദേശിക്കുമ്പോൾ നീ ആരെന്ന് വ്യക്തമാവും? ഉത്തരം അറിവുള്ളവനാണെന്ന്. എല്ലാവരും നിന്നെ അംഗീകരിക്കുന്നത് എപ്പോൾ? ഉത്തരം അജ്ഞനെയും വിഡ്ഢിയെയും ചെറുപ്പക്കാരുമായി ശണ്ട കൂടുന്ന വൃദ്ധനെയും ലജ്ജിക്കാതെ ഉപദേശിക്കുമ്പോൾ. സ്വയം അറിയാതെ പിതാവിനെ ജാഗരൂകതയുള്ളവനാക്കുന്നത് ആര്? ഉത്തരം മകൾ. പിതാവിൻ്റെ നിദ്ര അപഹരിച്ചു കളയുന്നത് എന്ത്? ഉത്തരം മകളെക്കുറിച്ചുള്ള വിചാരം. എന്തെല്ലാം ഓർത്താണ് പിതാവ് ആകുലനാകുന്നത്? ഉത്തരം മകൾ യൗവനത്തിൽ വിവാഹിതയാകുമോ, വിവാഹശേഷം ഭർത്താവിന് അഹിതയാകുമോ എന്നും ഓർത്ത്. ഭർത്തൃമതിയായ മകളെക്കുറിച്ച് പിതാവ് ശങ്കിക്കുന്നത് എന്ത്? ഉത്തരം അവിശ്വസ്തയോ വന്ധ്യയോ ആകുമോ എന്ന്. കർശനമായി സൂക്ഷിക്കേണ്ടത് ആരെ? ദുശ്ശാഠ്യക്കാരിയായ പുത്രിയെ. ദുശ്ശാഠ്യക്കാരിയായ പുത്രിയെ സൂക്ഷിച്ചില്ലെങ്കിൽ അവൾ പിതാവിനെ എന്തെല്ലാം ആക്കി തീർക്കും? ഉത്തരം ശത്രുക്കളുടെ പരിഹാസപാത്രമാവും, നഗരത്തിൽ സംസാര വിഷയവും, ജനമധ്യേ അപമാനിതനും. ആരുടെയും എന്ത് നോക്കിയിരിക്കരുതെന്നാണ് 42:12 പറയുന്നത്? ഉത്തരം ആകാരഭംഗി. സ്ത്രീയിൽ നിന്നും ദുഷ്ടത വരുന്നത് എന്തുപോലെ? ഉത്തരം വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ. പുരുഷന്റെ ദുഷ്ടത എന്തിനേക്കാൾ ഭേദം? ഉത്തരം സ്ത്രീയുടെ നന്മയേക്കാൾ. ആരാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത്? ഉത്തരം സ്ത്രീ. പ്രഭാഷകൻ അധ്യായം 42 രണ്ടാം ശീർഷകം എന്ത്? ഉത്തരം പ്രപഞ്ചത്തിൽ ദൈവമഹത്വം. താൻ ഇപ്പോൾ എന്ത് അനുസ്മരിക്കുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം കർത്താവിൻ്റെ പ്രവൃത്തികൾ. സൂര്യൻ എങ്ങനെയാണ് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നത്? ഉത്തരം തൻ്റെ കിരണങ്ങൾ കൊണ്ട്. എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നത് എന്ത്? ഉത്തരം കർത്താവിൻ്റെ മഹത്വം. കർത്താവിൻ്റെ വിശുദ്ധർക്ക് പോലും അവർണ്ണനീയമായത് എന്ത്? ഉത്തരം അവിടുത്തെ വിസ്മയനീയമായ പ്രവൃത്തികൾ. കർത്താവ് വിസ്മയനീയമായ പ്രവൃത്തികൾ സ്ഥാപിച്ചത് എന്തിന്? ഉത്തരം പ്രപഞ്ചം മുഴുവൻ തൻ്റെ മഹത്വത്തിൽ നിലകൊള്ളാൻ. കർത്താവ് എന്തൊക്കെയാണ് അറിയുന്നത്? ഉത്തരം അറിയേണ്ടതെല്ലാം. കർത്താവ് നിരീക്ഷിക്കുന്നതെന്ത്? ഉത്തരം കാലത്തിൻ്റെ സൂചനകൾ. ഭൂതവും ഭാവിയും പ്രഖ്യാപിക്കുന്നത് ആര്? ഉത്തരം കർത്താവ്. ഒരു ചിന്തയും ആർക്ക് അജ്ഞാതമല്ല? ഉത്തരം കർത്താവിന്. 42:20 കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല എന്ന് പറയുന്നത് എന്ത്? ഉത്തരം ഒരു വാക്കും. കർത്താവ് ക്രമീകരിച്ചിരിക്കുന്നത് എന്ത്? ഉത്തരം അവിടുത്തെ ജ്ഞാനത്തിൻ്റെ മഹിമകൾ. അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നതിനാൽ എന്ത് ചെയ്യാൻ സാധിക്കില്ലെന്നാണ് പറയുന്നത്? ഉത്തരം ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ. ആരുടെ പ്രവൃത്തികളാണ് അഭികാമ്യം? ഉത്തരം കർത്താവിൻ്റെ. കർത്താവിൻ്റെ പ്രവൃത്തികളുടെ സവിശേഷത എന്ത്? ഉത്തരം എന്നേക്കും ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ പ്രവൃത്തികൾ ഡാഷ് വിശ്വസ്തത പുലർത്തുന്നു. 42:23 പൂരിപ്പിക്കുക. ഉത്തരം സ്വധർമ്മത്തോട്. എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെ? ഉത്തരം ജോഡികളായി, ദ്വന്ദ്ങ്ങളായി. സൃഷ്ടവസ്തുക്കൾ ഒന്നും അപൂർണമല്ല. എന്തിനു പൂരകമാണ്? ഉത്തരം ഒന്ന് മറ്റൊന്നിന്.
എന്ത് ദർശിച്ചാർക്കെങ്കിലും മതിവരുമോ എന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത്. ഉത്തരം കർത്താവിൻ്റെ മഹത്വം. പ്രഭാഷകൻ 42:9 സമാനമായ വിശുദ്ധ ഗ്രന്ഥഭാഗമേത്? ഉത്തരം നിയമാവർത്തനം 24:1. പ്രഭാഷകൻ 42:18 സമാനമായ പഴയ നിയമ ഗ്രന്ഥഭാഗമേത്? ഉത്തരം സുഭാഷിതം 15:1. പ്രഭാഷകൻ 42:20 സമാനമായ വിശുദ്ധ ഗ്രന്ഥഭാഗമേത്? ഉത്തരം സങ്കീർത്തനം 139:1-4.